വീടിൻ്റെ ഫ്രണ്ട് സിറ്റ് ഔട്ടിനോട് ചേർന്ന് തന്നെ ഒരു 120 വിടത്തിലുള്ള ഒരു ഡബിൾ സൈഡ് ഡോറ് ഫിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കയറി കഴിഞ്ഞാൽ ഒരു കോറിഡോറാണ്. ഈ കോറിഡോറിൽ നിന്ന് സ്ട്രൈറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റെയർ കേസ് കാണാം. അതിനോട് തൊട്ട് അടുത്ത് തന്നെ നമുക്കൊരു ലിവിങ് ഹാള് സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ വിൻഡോസുകളും കൊടുത്ത് UPVC വിൻഡോസുകളാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് നേരെ കയറി ചെന്നാൽ നമുക്കൊരു ഡൈനിങ് സ്പേസ്, വലിയൊരു ഡൈനിങ് സ്പേസും വലിയൊരു ഓപ്പണിങ്ങും അവിടെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അവിടെ ഫുൾ ഗ്ലാസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സീൽ സ്ട്രക്ചറിലുള്ള ഒരു സ്റ്റെയർ കേസാണ്. ഇതിലേക്ക് വുഡൻ്റെ ഫ്രെയിം കൂട്ടിയിട്ട് നമ്മളിതിനെ സ്റ്റെപ്പായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് നേരെ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ബെഡ്റൂമാണ്. ആ 2 ബെഡ്റൂമിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു കോറിഡോറുണ്ട്. ആ കോറിഡോറിൽ വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സീറ്റ് സ്ലാബ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചകൾ നല്ല വിശാലമായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റും അതിനോടനുബന്ധിച്ച് ഒരു ടോയ്ലറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. എല്ലാ സ്പേസും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു 1 മീറ്ററിൻ്റെ ഡോറാണ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ തൊട്ടടുത്ത് ചെറിയൊരു ബെഡ്റൂമാണ്, ഒരു ഗസ്റ്റ് ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഒരു ചെറിയ ഫീച്ചർ സ്ലാബ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം റൂം ചെറുതായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി വിശാലമായിട്ട് ആൾക്കാർക്ക് ഇരിക്കാനും സംസാരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെയാണ് നമ്മളെ ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നത്. ആസ് യൂഷ്വൽ കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം നമ്മൾ ചെയ്യുന്നുണ്ട്. സ്റ്റെയർ കയറി ചെന്ന് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കിട്ടുന്ന ഒരു അപ്പർ ലിവിങ് ആണ്. ഈ അപ്പർ ലിവിങ് ഒരു ഡബിൾ ഹൈറ്റാണ്. നമുക്ക് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡബിൾ ഹൈറ്റിൽ നിന്ന് നമുക്ക് താഴോട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. നമ്മളിവിടെ ഒരു ഷാൻഗ്ലിയറൊക്കെ ഹാങ് ചെയ്തിട്ട് നമ്മളൊരു കുറച്ച് കളർഫുള്ളാക്കും. ഇവിടെ ഇതേപോലെ തന്നെ ഒരു വലിയ ഓപ്പണിങ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മുകളിലും നമ്മൾ ഗ്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെളിച്ചം മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ നമ്മൾ പുറത്തേക്ക് ഒരു ഔട്ട്ഡോർ ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മളൊരു സ്ലാബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇരിക്കാൻ ആളുകൾക്ക് ഒരു ഗെറ്റ് ടുഗദറും പ്രോഗ്രാംസൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വന്ന് ഇരിക്കാനൊക്കെ കഴിയും. ഇതാണ് ഞാൻ പറഞ്ഞ ലാറ്ററൈറ്റ് വാള് എക്സ്പോസ് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൈൻഡ് ചെയ്തതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഫിനിഷിംഗ് ആണ്. ഈ ഫിനിഷിങ്ങിൽ തന്നെ നല്ല ഭംഗിയാണ്. കാരണം ഇതിലൊരു ക്ലിയർ കോട്ടും കൂടി അടിച്ചു കഴിഞ്ഞാൽ സംഭവം ഉഷാറാവും. അപ്പോൾ നമുക്കൊരു ട്രഡീഷണൽ ടച്ച് നമുക്ക് ഇതിലേക്ക് ഫീൽ ചെയ്യും. സ്റ്റീൽ സ്ട്രക്ചറിൽ സ്റ്റെയർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ മുകളിൽ വുഡൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഫിക്സ് ചെയ്തതിന് ശേഷമുള്ള ഒരു വീഡിയോ കൂടി നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴത്തുള്ള അതേ കോറിഡോറിൻ്റെ ഏരിയ നമ്മൾ മുകളിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ അതേപോലെ തന്നെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ അപ്സ്റ്റെയറിലുള്ള ബെഡ്റൂമിലേക്ക് കിടക്കുന്നത്. ഈ അപ്സ്റ്റെയറിലുള്ള ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനൊരു ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ബാക്കിയുള്ളതെല്ലാം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതേപോലെ തന്നെയാണ്. നമ്മളിവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വാഷ്റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ബാൽക്കണിയാണ്. ഈ ബാൽക്കണി ഐ തിങ്ക് നല്ല വ്യൂ ആണ് പുറത്തോട്ട്.
നല്ല കാറ്റും നല്ല വെളിച്ചം കിട്ടുന്ന നല്ലൊരു അടിപൊളി ബാൽക്കണി.